ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളുമായി 9 മണി വാർത്ത തുടങ്ങുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പുതിയ സാമ്പത്തിക വർഷത്തിന് തുടക്കമായി മധ്യവർഗത്തിന് ആശ്വാസം പകരുന്ന ആദായ നികുതി പരിഷ്കരണം ഇന്നു മുതൽ. കേരളത്തിൽ സർക്കാർ കാര്യങ്ങൾക്ക് ചെലവേറും, ഭൂനികുതിയും സേവന നിരക്കുകളും കൂട്ടി. വഖഫ് ബിൽ നാളെ പാർലമെന്റിൽ. 4-ാം തീയതി സമ്മേളനം തീരും മുൻപ് പാസാക്കാൻ ബിജെപി. KCBC ബില്ലിനെ പിന്തുണച്ചതോടെ വെട്ടിലായി കോൺഗ്രസ്. ബില്ലിനെ അനുകൂലിച്ച് ദീപിക പത്രം. പാർലമെന്റിലെ മതേതരത്വ പരീക്ഷയെന്ന മുഖപ്രസംഗം. തമിഴ്നാട് BJP അധ്യക്ഷൻ K. അണ്ണാമലൈ പദവി ഒഴിഞ്ഞേക്കും. മാറ്റം ADMK സഖ്യ പശ്ചാത്തലത്തിൽ ജാതി സമവാക്യം പാലിക്കാൻ. അണ്ണാമലൈക്ക് ദേശീയ തലത്തിൽ സുപ്രധാന പദവി നൽകുമെന്നും സൂചന. ഭൂകമ്പം തകർത്തെറിഞ്ഞ മ്യാൻമറിൽ മരണം 2000 കടന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തെരച്ചിൽ തുടരുന്നു. 3900 പേർക്ക് പരിക്കേറ്റെന്ന ഔദ്യോഗിക കണക്ക്. തകർന്നടിഞ്ഞ മാൻഡേല നഗരം സാധാരണ നിലയിലാക്കുക കഠിന പ്രയത്നം. റീ എഡിറ്റഡ് എമ്പുരാൻ ഇന്ന് പ്രദർശനത്തിനെത്തിയേക്കും. വിവാദം പാർലമെന്റിൽ ഉന്നയിക്കാൻ CPM. സിനിമയുടെ കളക്ഷൻ 200 കോടി കടന്നു. രാഷ്ട്രീയ വിവാദങ്ങൾ തുടരുന്നു. IAS ചേരിപ്പോരിൽ സസ്പെൻഷനിലുള്ള N. പ്രശാന്തിന്റെ മനസ്സിലെന്ത്? ആ തീരുമാനം ഇന്നെടുക്കുമെന്ന് പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ജീവനൊടുക്കിയ IB ഉദ്യോഗസ്ഥ മേഘയുടെ സഹപ്രവർത്തകനെ തെരഞ്ഞ് പോലീസ് IBയോട് വിവരങ്ങൾ തേടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്ന് കുടുംബത്തിന് കൈമാറും. കറുപ്പിന്റെ പേരിൽ കൂടുതൽ വിവേചനം നേരിടുന്നത് സ്ത്രീകളെന്ന ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ. എന്താ വേണ്ടത് എന്ന് വിചാരിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പൊ എന്ന് പറയുമ്പോഴത്തേ അവിടെയും ഒരു അർത്ഥം വരുന്നുണ്ടല്ലോ. നിനക്കെന്തോ ഭാഗ്യം, നീ എന്തോ ലോട്ടറി അടിച്ചു. അദ്ദേഹം ലോട്ടറി അടിച്ചിട്ടില്ല, ഞാനാണ് ലോട്ടറി അടിച്ചത്. അധിക്ഷേപം നേരിട്ടത് നിരവധി തവണ. ചർച്ചയായിട്ടും കറുപ്പിന്റെ പേരിൽ ഇകഴ്ത്തിയ ആൾ പോലും ഖേദം പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് ചീഫ് സെക്രട്ടറി ന്യൂസ് 18 Q18 അഭിമുഖത്തിൽ. ഒറ്റപ്പാലത്ത് ഗ്രേഡ് SIക്കും കസ്റ്റഡിയിലെടുത്ത പ്രതിക്കും കുത്തേറ്റു. ആക്രമണം പ്രതിയെ കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ. വലിച്ചെറിഞ്ഞ ബിയർ കുപ്പി ദേഹത്ത് പതിച്ച 5 വയസ്സുകാരിക്കും അച്ഛനും പരിക്ക്. കുപ്പി അലക്ഷ്യമായി വലിച്ചെറിഞ്ഞത് മദ്യപ സംഘം. സംഭവം തിരുവനന്തപുരം കാട്ടാക്കടയിൽ. വർഷം തുടങ്ങുന്നത് ജനുവരി 1-നാണെങ്കിലും ഇന്ന് ഒരു പുതിയ വർഷത്തിന് തുടക്കമാവുകയാണ്. അത് സാമ്പത്തിക വർഷമാണ്. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കിയത് ഇന്ന് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. UPI ഇടപാടിലടക്കം വലിയ പരിഷ്കാരങ്ങളാണ് നിലവിൽ വന്നിട്ടുള്ളത്. ATMൽ നിന്നും പണം പിൻവലിക്കുന്നതിന് ഇനി അധിക ചാർജ് നൽകേണ്ടതായി വരും. നേരത്തെ ഒരാളിൽ നിന്ന് 17 രൂപയായിരുന്നു ഫീസായി ഈടാക്കിയിരുന്നത്. എന്നാൽ പുതുക്കിയ നിരക്ക് പ്രകാരം ഇത് 19 രൂപയാകും. ഇതിനു പുറമെ മിനി സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് പരിശോധിക്കൽ തുടങ്ങിയ ബാങ്ക് ഇതര സേവനങ്ങൾക്ക് നിലവിൽ ഈടാക്കുന്ന 6 രൂപയിൽ നിന്ന് 7 രൂപയായി വർദ്ധിക്കും. ഏപ്രിൽ 1 മുതൽ സേവിങ്സ് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്തേണ്ടതും അനിവാര്യതയാകും. മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുമെന്നാണ് വിവിധ ബാങ്കുകളുടെ മുന്നറിയിപ്പ്. വൻകിട വാഹന നിർമ്മാതാക്കളും കാറുകളുടെ വില വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്ക് ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ബാങ്കിന് ഇനി ഡിജിറ്റലായി നൽകേണ്ടി വരും. സാമ്പത്തിക തട്ടിപ്പുകൾ തടയുന്നതിനായി RBI ആവിഷ്കരിച്ച പോസിറ്റീവ് പേ സിസ്റ്റം പദ്ധതിയുടെ ഭാഗമായാണ് ഈ നീക്കം. ആദായ നികുതിയിലെ സെക്ഷൻ 87A പ്രകാരം 25,000-ൽ നിന്നും 60,000-ആയി നികുതി ഇളവ് വർദ്ധിക്കും. സംസ്ഥാനങ്ങൾക്കിടയിൽ നികുതി വരുമാനത്തിന്റെ ശരിയായ വിതരണം ഉറപ്പാക്കുന്നതിനായി GSTയിൽ ഇൻപുട്ട് സർവീസ് ഡിസ്ട്രിബ്യൂട്ടർ സിസ്റ്റം അഥവാ IDS സംവിധാനവും
അടുത്ത ദിവസം മുതൽ നിലവിൽ വരും. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. സംസ്ഥാനത്തെ ഭൂനികുതി സ്ലാബുകളും കോടതി ഫീസുകളും വർദ്ധിച്ചു. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങളുടെ നികുതിയും കൂടും. ഭൂമിയുടെ പാട്ടം നിരക്കുകളിലും പുതുക്കിയ നിരക്കാണ് ഇനി ഈടാക്കുക. സംസ്ഥാനത്തെ ഭൂനികുതി സ്ലാബുകൾ 50% വർദ്ധിപ്പിച്ചതിലൂടെ 100 കോടി രൂപയുടെ അധിക വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പാട്ടനിരക്ക് കുടിശ്ശിക തീർപ്പാക്കാൻ ഒറ്റത്തവണ പദ്ധതി നടപ്പാക്കും. ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി പുനഃക്രമീകരിക്കും. വില അനുസരിച്ചായിരിക്കും നികുതിയിൽ മാറ്റം വരിക. സംസ്ഥാനത്ത് ടൂറിസ്റ്റ് ബസ് നിരക്കും വർദ്ധിക്കും. കോൺട്രാക്ട് ഗ്യാരേജ് നികുതി ഘടന ഏകീകരിക്കാൻ സംസ്ഥാന ബജറ്റിൽ തീരുമാനിച്ചതാണ് നിരക്ക് വർദ്ധിക്കാൻ കാരണമാകുക. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് ഇനി മുതൽ 50% നികുതി വർദ്ധിപ്പിക്കും. നമ്മൾ ഈ വർഷത്തെ ആകെ ധനകാര്യ കാര്യങ്ങളിൽ സാമ്പത്തികമായി നമുക്ക് കഴിഞ്ഞ വർഷത്തെക്കാളും ഒക്കെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആണ് പ്രാഥമിക കണക്കുകളിൽ വരുമ്പോൾ കാണുന്നത്. നിയമസഭയിൽ ഞാനിത് പറഞ്ഞിരുന്നു. ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ഈ വർഷം കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. അടുത്ത വർഷം 2 ട്രില്യൺ രൂപ 2 ട്രില്യൺ രൂപയുടെ ഒരു എക്കണോമി എന്ന നിലയിലല്ല ബഡ്ജറ്റിലേക്ക് എത്തും. എക്കണോമി എന്ന നിലയിൽ നമ്മുടെ ആകെ വരുമ്പോൾ അതിനേക്കാൾ വളരെ കൂടുതൽ വരും GSDP. കോടതി ഫീസുകളും കുത്തനെ കൂടി. ചെക്ക് കേസുകൾക്ക് സംസ്ഥാനത്തെ കോടതി ഫീസ് ഇപ്പോൾ 10 രൂപയാണ്. ഇനി മുതൽ ചെക്കിലെ തുകയനുസരിച്ച് ഫീസും കൂടും. നിരസിക്കപ്പെടുന്ന ചെക്കിന്റെ തുക 10,000 രൂപ വരെയാണെങ്കിൽ 250 രൂപയും 10,000 മുതൽ 3 ലക്ഷം രൂപ വരെയാണെങ്കിൽ തുകയുടെ 5% കോടതി ഫീസ്. കുടുംബ കോടതികളിലും ചിലവ് കൂടും. വസ്തു സംബന്ധമായ കുടുംബ കോടതികളിലെ കേസുകളുടെ ഫീസും വർദ്ധിപ്പിച്ചു. 1 ലക്ഷം രൂപ വരെയുള്ള കേസുകളിൽ കോടതി ഫീസ് 200 രൂപയാക്കി. 1 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയുള്ള കേസുകളിൽ അവകാശപ്പെടുന്ന തുകയുടെ 0.5% ഫീസ്. ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ എന്നിവയ്ക്കുള്ള ഫീസ് 500 രൂപയായി വർദ്ധിപ്പിച്ചു. സെഷൻസ് കോടതികളിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള ഫീസ് 250 രൂപയും ജാമ്യാപേക്ഷയ്ക്കുള്ള തുക 200 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. വഖഫ് നിയമ ഭേദഗതി നാളെ പാർലമെന്റിൽ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ. കാര്യോപദേശക സമിതി ഉച്ചയ്ക്ക് ചേരും. KCBCയും CBCIയും ബില്ലിനെ പിന്തുണച്ചതോടെ കോൺഗ്രസിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. അതേസമയം വഖഫ് നിയമ ഭേദഗതി ബില്ലിനെ അനുകൂലിച്ച് ദീപിക ഇന്ന് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നു. ബില്ലിനെ അനുകൂലിച്ചില്ലെങ്കിൽ കേരളത്തിലെ MPമാരുടെ മതമൌലികവാദ നിലപാട് ചരിത്രമാകുമെന്നാണ് ദീപികയുടെ മുഖപ്രസംഗം. ER രാഗേഷും G ശ്രീജിത്തും വിവരങ്ങളുമായി ചേർന്നു. രാഗേഷ്, 4-ാം തീയതി സഭാ സമ്മേളനം അവസാനിക്കും മുൻപ് ഇത് കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് ഉറപ്പായിരുന്നു. അത് നാളെ തന്നെ വരുമെന്ന കാര്യത്തിൽ തീർച്ചയായിട്ടുണ്ടോ? കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഇങ്ങനെ പരസ്യമായി ക്രൈസ്തവ സഭകൾ ഇങ്ങനൊരു നിലപാട് എടുക്കുന്നതോടെ എത്രത്തോളം പ്രതിരോധത്തിലാവുന്നു? ശ്രീജ, വെള്ളിയാഴ്ച വരെയാണ് ബജറ്റ് സമ്മേളനം. അപ്പോൾ ഇന്ന് ഏതായാലും സഭയുടെ അജണ്ടയിൽ ഇല്ല വഖഫ് ബില്ല്. അപ്പോൾ 3 പ്രവൃത്തി ദിവസമാണ് ബാക്കിയുള്ളത്. ഏതായാലും ഇന്ന് എപ്പോൾ ബില്ല് വരും എന്ന കാര്യം ഉച്ചയോടുകൂടി അറിയാം. കാര്യോപദേശക സമിതി 12:30 ചേരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അജണ്ട വഖഫ് തന്നെയാണ്. അതിനുശേഷം സ്പീക്കറുമായും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ചർച്ച നടത്തും. ഏതായാലും നാളെ എപ്പോൾ ബില്ല് തുടങ്ങിയ കാര്യങ്ങളിൽ ഈ കാര്യോപദേശക സമിതിക്ക് ശേഷം പ്രതികരണമുണ്ടാകും. നേരത്തെ കഴിഞ്ഞ ദിവസം കിരൺ റിജിജു പ്രതികരിച്ചപ്പോൾ പറഞ്ഞ കാര്യം എത്രയും വേഗം ബിൽ പാസ്സാക്കിയെടുക്കും, അതാണ് ലക്ഷ്യമെന്ന പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അപ്പോൾ ഈ 3 ദിവസത്തിനുള്ളിൽ തന്നെ ബില്ല് കൊണ്ടുവരും. അതായത് നാളെ ഒരുപക്ഷെ ലോക്സഭയിൽ കൊണ്ടുവന്ന് മറ്റന്നാൾ രാജ്യസഭയിലും പാസ്സാക്കി ഇത് നിയമമാക്കുന്ന നീക്കത്തിലേക്കായിരിക്കും കേന്ദ്ര സർക്കാർ കടക്കുക. ഏതായാലും ആദ്യ സമയത്തേക്ക് ഒരു അവ്യക്തത ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് അത്തരം അവ്യക്തതകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ അതിൽ നിന്ന് ഒരു പടി കേന്ദ്ര സർക്കാർ ഇപ്പോൾ വേഗത്തിലായിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കാര്യോപദേശക സമിതി ഇന്ന് ചേരുന്നതും നാളെ കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്കും ഇപ്പോൾ കേന്ദ്രം കടക്കുന്നത്. ഏതായാലും കോൺഗ്രസിലും ഒപ്പം തന്നെ NDAയിലും ഒരുപോലെ ആശയക്കുഴപ്പം ഇക്കാര്യത്തിലുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിനെ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം KCBCയുടെയും CBCIയുടെയും നിലപാടാണ്. പ്രത്യേകിച്ച് മുൻപം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ക്രൈസ്തവ സംഘടനകൾ ഈ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന നിലപാടിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഏതായാലും ചില കോൺഗ്രസ് MPമാർക്കെങ്കിലും എല്ലാ വ്യവസ്ഥകളെയും എതിർക്കേണ്ടതില്ല എന്നൊരു നിലപാട് അവർ എത്തിച്ചേർന്നിട്ടുണ്ട്. ചില നേതാക്കളെങ്കിലും അക്കാര്യം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കോൺഗ്രസ് ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ എത്തിയിട്ടില്ല. MPമാരുടെ യോഗത്തിന് ശേഷമായിരിക്കും ഈ ബില്ലിൽ എന്ത് സ്വീകരിക്കുമെന്ന നിലപാടിലേക്ക് എത്തുക. ഒരുപക്ഷെ ബില്ലിലെ വ്യവസ്ഥകളെ എതിർത്തേക്കാം, പക്ഷേ വോട്ടിംഗിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. NDAയിലേക്ക് വരുമ്പോൾ ബീഹാറിൽ JDU ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. കേന്ദ്രത്തിലെ തന്നെ
പ്രധാനപ്പെട്ട കക്ഷിയാണ് JDU, മറ്റൊരു പാർട്ടി TDP ആണ്. ഈ രണ്ട് കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് കേന്ദ്രം ഇപ്പോൾ BJP ഭരിക്കുന്നത്. ഈ രണ്ടു പാർട്ടികളുടെയും ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ് ന്യൂനപക്ഷ മുസ്ലിം വോട്ട് ബാങ്കുകൾ. മാത്രവുമല്ല, കഴിഞ്ഞ ദിവസം അവിടെ ഓൾ ഇന്ത്യ പേഴ്സണൽ ലോ ബോർഡ് വഖഫിനെതിരായ സമരം സംഘടിപ്പിച്ചിരുന്നു. അവിടെ ലാലു പ്രസാദ് യാദവും മകൻ തേജസ്വി യാദവും പങ്കെടുത്തിരുന്നു. മാത്രവുമല്ല, നിതീഷ് കുമാർ വിളിച്ച ഇഫ്താറിലേക്ക് മുസ്ലിം സംഘടനകൾ പങ്കെടുക്കാത്ത സാഹചര്യം പോലും ഉണ്ടായി. അത്തരത്തിൽ ഒരു വലിയ സമ്മർദ്ദം JDU-ന് മേലുണ്ട്. ഏതായാലും JDU ഇതുവരെ ഈ ബില്ലിനെ പരസ്യമായി എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല. മാത്രവുമല്ല, അവർ ആവശ്യപ്പെട്ട നിർദ്ദേശങ്ങൾ നേരത്തെ JPC പരിഗണിച്ചു എന്ന പ്രതികരണമാണ് JDU-ന്റെ ഭാഗത്തുണ്ടായത്. അപ്പോൾ JDU-യും TDP-യും ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് നിർണായകമാണ്. കഴിഞ്ഞ ദിവസം ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയ പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം സംഘടനകളുടെ ആശങ്കകൾ, പ്രത്യേകിച്ച് അവരുടെ വഖഫ് സ്വത്തുക്കൾ സംബന്ധിച്ച് അതിന്റെ സംരക്ഷണം സർക്കാർ ഒരുക്കുമെന്ന പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ രണ്ട് പ്രതിപക്ഷത്തിനിടയിലും സർക്കാരിലും ചെറിയ ആശയക്കുഴപ്പം ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ശ്രീജ. ശരി, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ജി ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ വിഷയത്തിൽ പ്രത്യക്ഷമായി തന്നെ ഒരു വെല്ലുവിളിയുടെ സ്വഭാവത്തിലാണ് ഇന്നത്തെ മുഖപ്രസംഗം. ബില്ലിനെ കുറിച്ച് CPM-നും കോൺഗ്രസിനും ഇനി മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടൊരു മുഖപ്രസംഗം എഴുതുമ്പോൾ സഭയുടെ നിലപാട് വളരെ വ്യക്തമല്ലേ? തീർച്ചയായും ദീപികയുടെ ലേഖനം ഒരു പരിധിവരെ സഭയോട് ചേർന്ന് നിൽക്കുന്ന നിലപാട് KCBC അടക്കം ഇതിനകം തന്നെ ചൂണ്ടിക്കാണിച്ചത്, ക്ലിമീസ് കാത്തോലിക്ക ബാവ അടക്കം ചൂണ്ടിക്കാണിച്ചത് ഇത് തന്നെയാണ്. അത് ഒന്നാഞ്ഞടിച്ചുകൊണ്ട് ദീപിക മുഖപ്രസംഗം എഴുതുന്നു എന്ന് വേണം. കടുത്ത ഭാഷയിൽ കടുത്ത വെല്ലുവിളി ഉയർത്തുന്ന മുഖപ്രസംഗം. അതിൽ ചൂണ്ടിക്കാണിക്കുന്നത് അതിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: പാർലമെന്റിൽ നടക്കുന്നത് മതേതരത്വത്തിന്റെ പരീക്ഷണം ആണ് എന്നുള്ളതാണ്. അതായത് വഖഫ് ഭേദഗതി ബില്ലിനെ, BJP കൊണ്ടുവന്ന വഖഫ് ഭേദഗതി ബില്ലിനെ കോൺഗ്രസ് എതിർക്കുകയാണെങ്കിൽ, CPM എതിർക്കുകയാണെങ്കിൽ അത് മതേതരത്വം എന്നത് കേരളത്തിലെ MP-മാർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് ചരിത്രമാകും എന്ന, അതായത് മതേതരത്വം അവിടെ പിന്നെ ഇല്ല, മതേതരത്വം എന്നുള്ളത് ഇനി നിങ്ങൾക്ക് പറയാനാകില്ല എന്ന തരത്തിലുള്ള ഒരു വെല്ലുവിളി ഉയർത്തുകയാണ് ദീപികയുടെ മുഖപ്രസംഗത്തിലടക്കം ഉള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മുനമ്പത്ത് നിങ്ങൾ ഒരു നിലപാടെടുക്കുന്നു, മുനമ്പത്തിന്റെ കാര്യത്തിൽ മുനമ്പം ജനതയ്ക്കൊപ്പമാണെന്ന് നിലപാടെടുക്കുന്ന നിങ്ങൾ പാർലമെന്റിൽ പോയി മറ്റൊരു നിലപാടാണ് എടുക്കുന്നതെങ്കിൽ അത് ഇരട്ടത്താപ്പായി മാറും എന്നും ചൂണ്ടിക്കാണിക്കുകയാണ്. ഇപ്പൊ രാകേഷ് ചൂണ്ടിക്കാണിച്ച പോലെ കോൺഗ്രസ് അതിൽ നിന്ന് വിട്ടു നിന്നാൽ പോലും കോൺഗ്രസിന് വെല്ലുവിളിയാണ് കേരളത്തിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അനുകൂലിച്ചാലും വെല്ലുവിളി. അങ്ങനെ പലതരത്തിലുള്ള വെല്ലുവിളികൾ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പരീക്ഷ കൂടിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അവിടെയാണ് വലിയ സമ്മർദ്ദമായി സാധാരണഗതിയിൽ ഏതെങ്കിലും കത്തോലിക്ക കോൺഗ്രസോ ദീപികയോ ഒക്കെ മുഖപ്രസംഗം എഴുതുന്നതിനും അപ്പുറത്തേക്ക് സഭ തന്നെ നേരിട്ടെത്തി, നേരത്തെ രാകേഷ് ചൂണ്ടിക്കാണിച്ച പോലെ രംഗത്തെത്തിയതോടുകൂടി ഇതൊരു കടുത്ത രാഷ്ട്രീയ പരീക്ഷയായി കൂടി മാറുകയാണ് കേരളത്തിലെ ഇടതുമുന്നണിക്കും ഒപ്പം തന്നെ അതിനും അപ്പുറത്തേക്ക് UDF-ലുള്ള കോൺഗ്രസിന്. ശരി, ജി ശ്രീജിത്തും രാകേഷുമാണ് വിവരങ്ങൾ നൽകിയത്. വഖഫ് ബിൽ നാളെ പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് വരുമ്പോൾ ക്രൈസ്തവ സഭകൾ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. പ്രതിരോധത്തിലാവുന്നത് കോൺഗ്രസ് ആണ്. മറ്റു വാർത്തകൾ നോക്കാം. തമിഴ്നാട് BJP-യുടെ അധ്യക്ഷ പദവിയിൽ നിന്ന് K. അണ്ണാമലൈ ഒഴിഞ്ഞേക്കും. AIADMK-യുമായി സഖ്യം വരുമ്പോൾ ജാതി സമവാക്യം പാലിക്കാനാണ് അണ്ണാമലയെ മാറ്റുന്നതെന്നാണ് BJP വൃത്തങ്ങൾ പറയുന്നത്. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, ഒരുപക്ഷെ BJP എടുത്ത ഏറ്റവും കൗതുകമുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു തമിഴ്നാട് BJP-യുടെ തലപ്പത്ത് അണ്ണാമലയെ കൊണ്ടുവരുന്നതും അങ്ങനെ ആ തരത്തിൽ അവിടെ പാർട്ടിക്ക് ഒരു അനക്കമുണ്ടാക്കുന്നതും. ഇപ്പോൾ ഈ ജാതി സമവാക്യങ്ങൾ പാലിക്കാൻ അണ്ണാമലയെ മാറ്റുകയാണെങ്കിൽ എന്തായിരിക്കും അണ്ണാമലയ്ക്കുള്ള റോൾ? തമിഴ്നാട് BJP-യുടെ തലപ്പത്തേക്ക് ആര് വരും? ഇത്തരം ചോദ്യങ്ങളുമുണ്ട്. ഇതേതാണ്ട് തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ടോ? ശ്രീജ, കൃത്യം ഒരു വർഷം ഇനി ബാക്കിയുണ്ട് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്. പക്ഷേ അതിനുള്ള ഒരുക്കങ്ങൾ ADMK-യും ഒപ്പം തന്നെ BJP-യും ഒരു മുമ്പേ നേരത്തെ തന്നെ തുടങ്ങുകയാണ്. കാരണം സ്റ്റാലിൻ ഇതിനോടകം തന്നെ അവരൊരു അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന്. അവിടെ ഭാഷാ വിവാദം ആളിക്കത്തിക്കുന്നു DMK. ഒപ്പം മണ്ഡല പുനർനിർണയം വലിയ ആയുധമാക്കി മാറ്റി. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ഒപ്പം തന്നെ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെയൊക്കെ യോഗം വിളിച്ചുകൊണ്ട് സ്റ്റാലിൻ അതിന്റെ നായകത്വം വഹിക്കുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഈ സഖ്യ ചർച്ച വീണ്ടും തുടങ്ങിയത്. നമുക്കറിയാം, നേരത്തെ തന്നെ DMK-യും BJP-യും തമ്മിലുള്ള ഈ സഖ്യം ഇല്ലാതാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അണ്ണാമലയാണ്. അണ്ണാമലയുടെ പല നിലപാടുകളിലും വിയോജിപ്പ് ADMK-ക്കുണ്ടായിരുന്നു. അതാണ് പിന്നീട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ സഖ്യം ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിയത്. ഏതായാലും ഈ ഡൽഹി ചർച്ചയിൽ വെളിപ്പെടുത്താൻ ഇതുവരെ ADMK നേതാക്കൾ അതിന്റെ എന്താണ് വിശദാംശങ്ങൾ എന്ന കാര്യം വെളിപ്പെടുത്താൻ ഇതുവരെ പളനിസ്വാമി അടക്കമുള്ള നേതാക്കൾ തയ്യാറായിട്ടില്ല. മറിച്ച് സംസ്ഥാനത്തെ പൊതുവായ വിഷയം ചർച്ച ചെയ്തെന്നാണ് പറയുന്നത്. എന്നാൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഖ്യം സംബന്ധിച്ച് ചർച്ച തുടങ്ങിയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഏതായാലും ആ കൂടിക്കാഴ്ചയിൽ
ADMK നേതാക്കൾ അണ്ണാമലയുടെ കാര്യം അടക്കം പരാമർശിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. മാത്രവുമല്ല അതിനുശേഷം അണ്ണാമല ഡൽഹിയിലെത്തി അമിത്ഷായുമായി ചർച്ച നടത്തിയിരുന്നു. ആ ചർച്ചയിൽ ഇക്കാര്യം, അതായത് പദവി ഒഴിയേണ്ടി വരുമെന്ന സൂചന അമിത്ഷാ നൽകിയെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം. അതിന് BJP നേതാക്കൾ ഇപ്പോൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ രണ്ടു പേരും ഒരേ സമുദായത്തിലുള്ള ആളുകളാണ്. അതായത് ഗൗണ്ടർ സമുദായത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവാണ് എടപ്പാടി പളനിസ്വാമി. അതേ സമുദായത്തിൽ നിന്ന് തന്നെയാണ് അണ്ണാമലയും വരുന്നത്. മാത്രമല്ല ഈ രണ്ടുപേരുടെയും മേഖല എടുത്തു നോക്കുകയാണെങ്കിൽ അത് കൊങ്കുനാട് മേഖലയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കേരള പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന കോയമ്പത്തൂർ, ഈറോഡ്, സേലം, ഒപ്പം തന്നെ കരൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മേഖലയാണ് ഈ കൊങ്കുനാട് മേഖല. ഈ സേലം ഉൾപ്പെടുന്ന കൊങ്കുനാട് നിന്നാണ് എടപ്പാടി പളനിസ്വാമി വരുന്നത്. അതേ മേഖലയിൽ ഉൾപ്പെടുന്ന കരൂരിൽ നിന്നാണ് അണ്ണാമലൈ വരുന്നത്. പരമ്പരാഗതമായി BJPക്ക് ശക്തിയുള്ള മേഖലയാണ് ഈ കോയമ്പത്തൂർ അടക്കമുള്ള മേഖല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചതും അവിടെ നിന്നാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അണ്ണാമലയെ മാറ്റുന്നു. പകരം പരമ്പരാഗതമായി DMKക്ക് വലിയ സ്വാധീനമുള്ള തെക്കൻ തമിഴ്നാട്ടിൽ ഒരു നേതാവ് വരട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ BJPക്കുള്ളത്. അങ്ങനെ സഖ്യം ഉൾപ്പെടുത്തി ADMKയുമായി സഖ്യമുണ്ടാക്കി 2026 അധികാരത്തിലെത്താൻ കഴിയുക, അതിനുള്ള ശ്രമങ്ങൾ നടത്തുക എന്ന ലക്ഷ്യം BJPക്കുണ്ട്. ഇപ്പോൾ ഏതായാലും BJP പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട പേര് തിരുനെൽവേലിയിൽ നിന്നുള്ള MLA കൂടിയായ നയനാർ രാജേന്ദ്രന്റെ പേരാണ്. അത് തെക്കൻ തമിഴ്നാട് വരുന്ന പ്രദേശമാണ്. അങ്ങനെ ഈ മേഖലയിലേക്ക് കൂടി വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യം ഏതായാലും BJPക്കുണ്ട്. ഏതായാലും ADMKയുടെ കൂടി അല്ലെങ്കിൽ അവരുടെ നിലപാട് കൂടി അറിഞ്ഞ ശേഷം അവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചാണ് അണ്ണാമലയെ മാറ്റുന്ന നീക്കത്തിലേക്ക് ഇപ്പോൾ എത്തുന്നതെന്ന് കൂടി പറയാം. ഏതായാലും അണ്ണാമലയെ കൈവിടാൻ BJP തയ്യാറല്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സീറ്റൊന്നും നേടാനായില്ല, പക്ഷേ വോട്ട് ശതമാനം ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല തമിഴ്നാട് രാഷ്ട്രീയത്തിൽ BJPക്ക് പ്രസക്തിയുണ്ട് എന്ന് തെളിയിക്കാൻ അണ്ണാമലയ്ക്ക് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട പദവി അണ്ണാമലയ്ക്കുണ്ടാവും. ഒരുപക്ഷെ ദേശീയ ഉപാധ്യക്ഷ പദവി അടക്കം അദ്ദേഹത്തിന് നൽകിയേക്കാം, അങ്ങനെ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് മാറ്റിയേക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ തന്നെ മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട വകുപ്പ് നൽകി 2026 തെരഞ്ഞെടുപ്പിന് ചുമതല അടക്കം നൽകിക്കൊണ്ട് അത്തരമൊരു സുപ്രധാന പദവിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയേക്കാം. ഏതായാലും അധ്യക്ഷ പദവിയിൽ തൽക്കാലം അണ്ണാമല ഉണ്ടാവില്ല, ഉടൻ തന്നെ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശ്രീജ. ശരി, രാഗേഷാണ് വിവരങ്ങൾ നൽകിയത്. CPM പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ കൊടി ഉയരും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് MA ബേബിയുടെ പേര് സജീവ പരിഗണനയിലുണ്ട്. എന്നാൽ കേരള ഘടകത്തിന്റെയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും നിലപാട് നിർണായകമാകും. ബൃന്ദ കാരാട്ടിന് ഇളവ് നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നൊരു അഭിപ്രായവും ശക്തമാണ്. VV അരുൺ മധുരയിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, രണ്ടായാലും ഒരു ചരിത്രപരമായ നീക്കമാണ്. EMSന് ശേഷം ഒരു മലയാളി തലപ്പത്തേക്ക് വരുമോ? ഏറ്റവും ജനകീയയായ, ഏറ്റവും ശക്തയായ നേതാവ് എന്ന നിലയിൽ ഒരു ഇളവൊക്കെ നൽകി ബൃന്ദയെ കൊണ്ടുവരുമോ? അതൊരു കാര്യം. അപ്പുറത്ത് മലയാളി സാന്നിധ്യം കേന്ദ്ര കമ്മിറ്റിയിൽ ഇതോടെ കൂടുകയും ചെയ്യും, അല്ലേ? തീർച്ചയായിട്ടും CPMന്റെ പാർട്ടി കോൺഗ്രസിലെ ഒരുക്കങ്ങൾ അവസാന മണിക്കൂറുകളിലാണ്. ഇപ്പോൾ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ, അത് സംസ്ഥാനത്തുള്ള നേതാക്കൾ ദൃശ്യങ്ങളിലുള്ളത് CS സുജാതയും PK ശ്രീമതിയും P സതിയും അടക്കമുള്ള നേതാക്കൾ ഇവിടെ ഇന്നലെ തന്നെ എത്തിയിരുന്നു. ഇപ്പോൾ രാഘവലുവും അശോക് ദാവളിയും അടക്കമുള്ള കേന്ദ്രത്തിലെ മറ്റു സംസ്ഥാനങ്ങളിലെ നേതാക്കളും ഇവിടേക്ക് എത്തുന്നുണ്ട്. ഏതായാലും ആരാകും ജനറൽ സെക്രട്ടറി എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. ഏറ്റവും പ്രധാനമായും ഇവിടെ നിന്ന് അറിയേണ്ട വാർത്ത. കാരണം CPM ഒരു ചുരുക്കിയ ശേഷം ആര് CPMനെ നയിക്കുമെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത്. അതിന് പല പേരുകൾ ഉണ്ട്. അതിൽ രണ്ട് പേരുകൾ, ഒന്ന് കേരളത്തിനേറെ താല്പര്യമുള്ള പേരാകും. അത് MA ബേബിയുടെ പേരാണ്. അദ്ദേഹം പൊളിറ്റ് ബ്യൂറോ അംഗമാണ്. അതുപോലെ തന്നെ മറ്റൊരു പേര് ശ്രീധരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വനിത ആദ്യമായി CPM ജനറൽ സെക്രട്ടറി ആകുമോ എന്ന ചർച്ചകളാണ് സജീവമായി തന്നെ ഉള്ളത്. അങ്ങനെയെങ്കിൽ ബൃന്ദ കാരാട്ട്, അവർ പ്രായപരിധി നിബന്ധന വരുമ്പോൾ സ്വാഭാവികമായും 75 വയസ്സ് പിന്നിട്ടവരാണ്. 77 വയസ്സുള്ള നേതാവാണ്. പക്ഷേ യെച്ചൂരിക്ക് ശേഷം ഒരു ജനകീയ മുഖം വരണം എന്നതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു വനിതയെ കൊണ്ടുവരാൻ കഴിയുമോ? ബൃന്ദ കാരാട്ടിനെ പോലെ ദേശീയതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ശ്രീമതി അടക്കമുള്ളവരുടെയൊക്കെ ടീച്ചർ, പാർട്ടി കോൺഗ്രസ് നാളെ തുടങ്ങുകയാണ്. എല്ലാ ഒരുക്കങ്ങളും അങ്ങനെയല്ലേ നമ്മൾ കരുതേണ്ടത്. ഇവിടെ ഇപ്പം നോക്കുമ്പോൾ എല്ലാം നല്ല വന്ന് ഞങ്ങൾ ഇറങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് ഞങ്ങളെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ആക്കാനും ഒക്കെ നല്ലൊരു അറേഞ്ച്മെന്റ് ആണ്. അത് പല സഖാക്കളും പറയുന്നത് കേട്ടത്, തമിഴ്നാട് സഖാക്കൾ മധുരയിലെ നമ്മുടെ പാർട്ടിയുടെ പ്രവർത്തകരെ സ്വാഗത സംഘം എന്നുള്ള നിലയിൽ വെൽ അറേഞ്ച്ഡ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മറ്റ് പലപ്പോഴും കണ്ടുവരാവുന്ന ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. മറ്റ് പല ആളുകളും പറഞ്ഞത് വളരെ നല്ല അറേഞ്ച്മെന്റ് ആണെന്നാണ്. അതൊക്കെ ചോദിക്കേണ്ടുന്നത് ഞങ്ങളോടല്ല, ചോദിക്കേണ്ടുന്ന ആളുകളോട് ചോദിച്ചാൽ അതിന് ഉത്തരം കിട്ടും.
അല്ല, ഞാൻ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നടക്കുമെങ്കിൽ ഇവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആഗ്രഹങ്ങൾ പലർക്കും പല രീതിയിലുണ്ടാവും. പക്ഷെ ആ ആഗ്രഹങ്ങളൊന്നും അങ്ങനെ എല്ലാവരും പുറത്തു പറയില്ലല്ലോ. ആഗ്രഹങ്ങൾ മനസ്സിൽ വെക്കും, പ്രതീക്ഷകളുണ്ടാവും. പ്രതീക്ഷകൾക്കനുസരിച്ച് പലർക്കും സ്ഥാനങ്ങൾ ലഭിക്കുന്നല്ലാതെ നമുക്കൊന്നും അതിന് ആധികാരികമായി പറയാനുള്ള യാതൊരു അധികാരവുമില്ല, അതിന് അവകാശവുമില്ല. അല്ല, തമിഴ്നാട്ടിൽ ഇത് ആദ്യമായിട്ടല്ലല്ലോ, മധുരയിൽ തന്നെ ആദ്യമായിട്ടല്ലല്ലോ. ആദ്യകാലത്ത് ഏറ്റവും നല്ല സമ്മേളനമായിട്ട് നടന്നതായിട്ടാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. എനിക്ക് തോന്നുന്നത് അതിനെ കവച്ചു വെക്കുന്ന വിധത്തിലുള്ള സംഘാടനം കൊണ്ടും ഇവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തനത്തിൻ്റെ മികവ് കൊണ്ടും ഈ സമ്മേളനം ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒന്നായിരിക്കുമെന്നുള്ള ഇതാണ് എൻ്റെ അഭിപ്രായം. ചോദ്യം ഒരു പ്രാവശ്യം ഒരേ ചോദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞാൽ എനിക്ക് ഒരേ ഉത്തരവേ ഉള്ളൂ, രണ്ടുത്തരവില്ല. അത് നമ്മുടെ പാർട്ടിയുടെ അഖിലേന്ത്യാ കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ സഖാവ് പ്രകാശ് കാരാട്ട് വ്യക്തമായിട്ട് ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെയായിട്ട് ഈ സമ്മേളനത്തെ സംബന്ധിച്ച് ക്ലിയർ കട്ടായിട്ട് ഓരോ കാര്യത്തെയും ഓരോ ചോദ്യത്തിന് ഉത്തരമായിട്ടും വിശദീകരണമായിട്ടും പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതിന് പുറത്ത് മറ്റെന്തെങ്കിലും സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ എൻ്റെ കയ്യിലില്ല, അല്ലെങ്കിൽ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ, സന്തോഷത്തോടെ പറയാനുള്ളൂ. ശ്രീജ, പി കെ ശ്രീമതിയുടെ പ്രതികരണം നമ്മൾ കേട്ടത്. ഏതായാലും ഒരു വനിതാ CPM-ന്റെ ജനറൽ സെക്രട്ടറി ആകുമോ എന്ന ചർച്ചകൾ സജീവമാണ്. സ്വാഭാവികമായും ശ്രീമതി ടീച്ചർ എപ്പോഴും ആ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന ആൾ, വനിതകൾ മുന്നോട്ട് വരണം. പക്ഷേ ഇപ്പോൾ അവർ അത് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല. ഒരു വനിത തന്നെ വരണമോ എന്ന കാര്യത്തിൽ അവർ കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല. ഏതായാലും അത്തരം സാധ്യതകളുണ്ട്. അങ്ങനെ സാധ്യത പറയുമ്പോൾ തീർച്ചയായിട്ടും പ്രായപരിധി ഇളവ് നൽകിക്കൊണ്ട് വേണം അങ്ങനെയെങ്കിൽ ബൃന്ദാക്കാരുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ. അതിന് CPM തയ്യാറാകുമോ എന്നാണ് അറിയേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ MA ബേബി പരിഗണിക്കപ്പെടുന്ന പ്രധാന പേരുകളിൽ ഒരാളാണ്. ഈ മാസത്തിന് ശേഷം കേരളത്തിൽ നിന്നൊരു ആൾ CPM-ന്റെ ജനറൽ സെക്രട്ടറി ആകുമോ എന്നാണ് അറിയേണ്ടത്. പ്രകാശ് കാരാട്ട് നേരത്തെ മലയാളിയായ പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയെങ്കിലും അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള നേതാവ് അല്ല, ആ രീതിയിൽ പരിഗണിക്കപ്പെടുന്ന നേതാവുമല്ല. അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നേതാവാണ്. ഏതായാലും അത്തരത്തിൽ നിരവധി കാര്യങ്ങൾക്ക് CPM-ന്റെ പാർട്ടി കോൺഗ്രസ് മറുപടി പറയും. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലെ നേതാക്കൾ ഓരോരുത്തരായി ഇവിടേക്ക് എത്തുകയാണ്. വൈകുന്നേരത്തോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ എത്തും. അദ്ദേഹം വൈകുന്നേരം 5 മണിയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അദ്ദേഹം 9:50 തിരുവനന്തപുരത്ത് തിരിച്ച് ഉച്ചയോടുകൂടി ഇവിടെ എത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ ഓഫീസിൽ അറിയിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഇനിയുള്ള ഒരു 5-6 ദിവസം മുഖ്യമന്ത്രി ക്യാമ്പ് ഓഫീസ് ഇവിടെ ഒരു ഹോട്ടൽ, മാരിയറ്റ് ഹോട്ടലാണ് അതിനായി തയ്യാറാക്കിയിട്ടുള്ളത്. അത് മുഖ്യമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസായി പ്രവർത്തിക്കും. സംസ്ഥാന ഭരണം ഇവിടെ നിന്ന് നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് ആ രീതിയിൽ കാര്യങ്ങൾ മാറുമെന്നും ഉറപ്പാണ്. മറ്റു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, MK സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി ഉള്ള സെമിനാറുകളിൽ പങ്കെടുക്കുന്നുണ്ട്. പിണറായിയും സ്റ്റാലിനും ഒരുമിച്ച് ഇത്തവണയും വേദി പങ്കിടുന്നുമുണ്ട്. അത്തരത്തിൽ CPM-നെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ രാഷ്ട്രീയ കാരണങ്ങൾക്കൊപ്പം തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. പാർട്ടി കോൺഗ്രസ് ആണ് നടക്കാൻ പോകുന്നത്. 2 ചോദ്യങ്ങൾക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരം. ഒന്ന്, പുതിയ ജനറൽ സെക്രട്ടറി ആരാകും എന്നുള്ള കാര്യത്തിൽ. പിന്നീട് ഈ കോൺഗ്രസ് ബന്ധമടക്കം നേരത്തെ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ നേരത്തെ ചർച്ചകൾ വന്നതാണ്. അതിനപ്പുറത്തേക്ക് മുന്നണി എന്ന തരത്തിൽ അല്ലെങ്കിൽ ഇടത് പക്ഷം എന്ന തരത്തിൽ ശക്തികൾക്കൊപ്പം CPM-നെ ഒരു സ്വതന്ത്ര ശക്തിയായി മാറ്റണം, പഴയ ശക്തിയിലേക്ക് CPM തിരിച്ചു പോകണം. അതിനുവേണ്ട നടപടികളും ഈ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യും. ശ്രീജ, ശരി. VV അരുണാണ് വിവരങ്ങൾ നൽകിയത്. മധുരയിൽ CPM പാർട്ടി കോൺഗ്രസിന് നാളെ തുടക്കമാകുമ്പോൾ പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ അത് തന്നെയാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മലയാളിയാണോ, അതോ ഒരു വനിതയുടെ പേര് പരിഗണിക്കപ്പെടുമോ? അങ്ങനെ പല ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ ഉത്തരം ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ അറിയാം. മ്യാൻമർ ഭൂകമ്പത്തിൽ മരണം 2000 കടന്നിരിക്കുന്നു. കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. തകർന്നടിഞ്ഞ മെൻഡലെ നഗരം സാധാരണ ഗതിയിലാകാൻ മാസങ്ങളെടുക്കും. മ്യാൻമാറിൽ ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ
60 മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന സ്ത്രീയെ ഒരു രാത്രി മുഴുവൻ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ പുറത്തെത്തിക്കുന്ന കാഴ്ചയാണിത്. ഇപ്പോഴും ജീവനുണ്ട്. ഇത് രക്ഷാപ്രവർത്തകരെ പോലും അത്ഭുതപ്പെടുത്തി. ഇങ്ങനെ 6 പേരെയാണ് ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാനായത്. അതുകൊണ്ട് തന്നെ രാത്രിയും പകലും മാൻഡലെ നഗരത്തിൽ തെരച്ചിലും രക്ഷാപ്രവർത്തനവും സജീവമാണ്. ഓപ്പറേഷൻ ബ്രഹ്മയുടെ ഭാഗമായി രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഇന്ത്യയിൽ നിന്നുള്ള NDRF സംഘം 7 മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെടുത്തു. 137 ടൺ അവശ്യ സാധനങ്ങൾ ഇന്ത്യ മ്യാൻമാറിൽ ഇതിനോടകം എത്തിച്ചു. മ്യാൻമാറിലെ രണ്ടാമത്തെ വലിയ നഗരമായ മാൻഡലയിലാണ് കൂടുതൽ നാശനഷ്ടം. എയർപോർട്ടും റോഡുകളും തകർന്നു. 100 കണക്കിന് കെട്ടിടങ്ങളാണ് ഇവിടെ നിലംപൊത്തിയത്. ഇന്ധനം ലഭ്യമല്ലാത്തതും വൈദ്യുതി പ്രതിസന്ധിയും തെരച്ചിലിനെ ബാധിക്കുന്നുണ്ട്. പട്ടിണിയും പകർച്ചവ്യാധി സാധ്യതയും മുന്നിൽ കാണണമെന്ന് ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഹൃദയഭേദകമായ കാഴ്ചകളാണ് എങ്ങും. ഇന്നലെ വരെയുള്ള കണക്കനുസരിച്ച് 2056 പേർ മരിച്ചു. 3900 പേർക്ക് പരിക്കേറ്റു. 270ഓളം പേർ എവിടെയെന്ന് ഇപ്പോഴും വിവരമില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഫ്രാൻസിലെ നാഷണൽ റാലി പാർട്ടി നേതാവ് മെറൈൻ ലെ പെൻ തട്ടിപ്പ് കേസിൽ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തി. 4 വർഷത്തെ തടവ് ശിക്ഷയാണ് വിധിച്ചിട്ടുള്ളത്. ഇതോടെ 2027 നടക്കാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ലെ പെന്നിന് കഴിയില്ല. ജഡ്ജി ശിക്ഷ വായിച്ചു കേൾപ്പിച്ചപ്പോൾ തീവ്ര വലതുപക്ഷ നാഷണൽ റാലി പാർട്ടിയുടെ നേതാവായ മറൈൻ ലേപ്പൻ നാടകീയമായ രീതിയിൽ കോടതി മുറിവിട്ടു. 4 വർഷം തടവും 2 വർഷം നിരീക്ഷണവുമാണ് ശിക്ഷ. 5 വർഷത്തേക്ക് പൊതുപദവികൾ വഹിക്കുന്നതിന് വിലക്കുണ്ട്. 2027 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട നേതാവിന്റെ രാഷ്ട്രീയ ഭാവിയാണ് പാരീസ് കോടതി പുറപ്പെടുവിച്ച വിധി അവതാളത്തിലാക്കിയത്. 2004 2016 ഇടയിൽ യൂറോപ്യൻ യൂണിയൻ ഫണ്ടുകൾ പെന്നും അവരുടെ പാർട്ടിയും നിയമവിരുദ്ധമായി വകമാറ്റിയതായി കോടതി കണ്ടെത്തി. പാർട്ടി യൂറോപ്യൻ പാർലമെന്റ് ഫണ്ട് ദുരുപയോഗം ചെയ്തതെങ്ങനെയെന്ന് കോടതി വിശദീകരിച്ചു. പൂർണ്ണവിധിക്ക് കാത്തു നിൽക്കാതെ ലേപ്പൻ തന്റെ ബാഗെടുത്ത് കോടതിയിൽ നിന്നിറങ്ങി. വിധിക്കെതിരെ അപ്പീൽ നൽകും. നടന്നത് രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമമെന്ന് ലേപ്പൻ ആരോപിച്ചു. 2017 2022 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇമാനുവൽ മക്രോണിനോട് തോറ്റിരുന്നു ലേപ്പൻ. നാഷണൽ റാലിയുടെ പ്രസിഡന്റ് ജോർദാൻ ബാർഡെല്ല വിധിയെ ജനാധിപത്യത്തിനെതിരായ ആക്രമണമെന്ന് വിശേഷിപ്പിച്ചു. ഫ്രഞ്ച് ജനാധിപത്യം വധശിക്ഷയ്ക്ക് വിധേയമായിരിക്കുന്നുവെന്നായിരുന്നു പ്രതികരണം. ലേപ്പെനിന് പിന്തുണ അറിയിച്ചുകൊണ്ട് ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. ജെ ഷുയിഷ് മറൈൻ, ഞാനാണ് മറൈൻ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മൂകാംബിക യാത്രയിലെ തന്റെ അനുഭവം ന്യൂസ് 18നുമായി പങ്കുവെച്ച് ഇളയരാജ കടുത്ത പനിയെ അവഗണിച്ച് മൂകാംബികയിലേക്ക് പോകാൻ തീരുമാനിച്ചതിനെ കുറിച്ചാണ് പ്രശസ്ത സംഗീത സംവിധായകനായ ഇളയരാജ തുറന്നു പറഞ്ഞത്. ന്യൂസ് 18 തമിഴ്നാടിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം തന്റെ സംഗീത സപരിയിൽ ഭക്തിയുടെ പ്രാധാന്യം എന്താണെന്ന് വ്യക്തമാക്കിയത്. ஒரு டேப்லெட் சாப்பிட்றது கூட, ஒரு காஃபி ஆர்டர் பண்ணுறது கூட ஃபோன் கிடையாது, கீழே ஒன்றும் பண்ண முடியாது. அப்படியான ஒரு சூழ்நிலையில் ஹோல் டே போகுது. அதுக்கப்புறம் ராஜா நீங்கள் மூகாம்பிகை வரேன்னு சொன்னீங்களே, இப்போ இப்படி இருக்க நீங்கள் என்ன மூகாம்பிகை வர்றீங்களா, நீங்கள் இப்படி சென்னைக்கு போய்டுறீங்களா அப்படின்னு கேட்டார். ஒன்று என்ன பதில் சொல்லலான்னு யோசிக்கலை. சடனாக ஒரு ஃப்ளாஷு, ஒருவேளை அம்மா டெஸ்ட் பண்ணுறாளோ அப்படின்னு சொல்லிட்டு, செத்தாலும் மூகாம்பிகையில் போய் சாகலாம் அப்படின்னு சொல்லிட்டு, ஏன்னா ஃபீவர் அந்த லெவலில் இருக்குது, அப்போ போய் சாகலாம் அப்படின்னு முடிவு பண்ணுன்னா 5 மினிட்ஸில் குற்றால அருவியில் குளிச்சுட்டு வெளியே வந்தால் என்ன ஃப்ரெஷ்னஸ் இருக்குமோ அந்த ஃப்ரெஷ்னஸ் வருது, விதவுட் டேக்கிங் எ காஃபி ஆர் டேப்லெட் ஆர் எனிதிங். அது இல்லாமலே ஒரு ஃப்ரெஷ்னஸ் வந்துடுச்சு. அப்புறம் நைட்டு பஸ் பிடிச்சி ஏறி பெங்களூர் போயிட்டு அங்கே போகணும். மூகாம்பிகை கோயிலில் காலடி எடுத்து ஃபஸ்ட்டு ஸ்டெப் வைக்கிறேன், அடிக்குது நெஞ்சு. இது என்னது? அண்ணன் கச்சேரியிலாம் கடவுள் இருப்பதும் இல்லை என்பதும் கவைக்கு உதவாத விரும்பிச்சு அப்படின்னாலும் போயிட்டுருக்கோம். சரி, கடவுள் இல்லைன்னா வச்சுக்கலாம். பட் இது என்னது சம்திங் ஸ்ட்ரைக்கிங் அப்படின்னு சொல்லிட்டு யோசிக்கிறேன். யோசிச்சு அந்த கோயிலை அப்படியே பிரதட்சணம் ஒரு 3 டைம்ஸ் அப்படி வர்றதுக்குள்ளே ஃபுல்லாக ஆக்குப்பை பண்ணிட்டான் அம்மா. வைத்தியநாதன்
அவர் வயலின் எடுத்துகிட்டு வந்திருந்தார். அதை அம்பாள் கையில் கொடுத்து அலங்காரம் பண்ணி இவர் இன்னொரு வயலின் வச்சுருந்தார். அதை வச்சு அவர் முன்னாடி உட்காந்து கீர்த்தனையெல்லாம் வாசிச்சுட்டு இருக்கார். റീ എഡിറ്റ് ചെയ്ത എമ്പുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിലേക്ക്. സാങ്കേതിക ജോലികൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷമാകും പ്രദർശനമെന്നാണ് കരുതുന്നത്. പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റി ഗർഭിണിയെ ബലാത്സംഗം ചെയ്യുന്ന രംഗവും NIA-യുടെ ലോഗോയും ഒഴിവാക്കിയിട്ടുണ്ട്. വിവാദങ്ങൾക്കിടെ ചിത്രം 200 കോടി കളക്ഷൻ പിന്നിട്ടു. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, എപ്പോഴായിരിക്കും ഈ റീ എഡിറ്റഡ് വേർഷൻ എത്തുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു കൃത്യമായ ധാരണയില്ല. എങ്കിലും നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്ന്. ആ തരത്തിൽ അത് ഉറപ്പിക്കുന്ന എന്തെങ്കിലും സ്ഥിരീകരണം ഉണ്ടോ? ശ്രീജ, ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് ഒന്ന് ഉച്ചയ്ക്ക് ശേഷം എന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി വ്യക്തതയോടെ പറയുന്നത് വൈകുന്നേരത്തോടെ ആകുമെന്നാണ്. അതായത് ഈവനിങ് ഷോയിലായിരിക്കും ഒരു പക്ഷേ ഈ എഡിറ്റഡ് വേർഷൻ ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 3.5 മിനിറ്റ് ഭാഗമാണ് ഇതിൽ നിന്നും എഡിറ്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട സാധ്യതയല്ല. ഇപ്പം ഞങ്ങളുള്ളത് ഷേണായിസ് തിയേറ്ററിലാണ്. ഇവിടെ രാവിലെ 8:30 ഷോ തുടങ്ങിയതാണ്. ഈ 8:30 മുതൽ ഉള്ള 5 തിയേറ്ററുകളിലും എമ്പുരാൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അത് ഹൗസ്ഫുള്ളായി തന്നെയാണ് ഷോ പോകുന്നതും. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ എഡിറ്റഡ് വേർഷൻ കൂടി വരുമ്പോൾ അതിനുണ്ടായ മാറ്റങ്ങളെ പറ്റി അറിയാൻ ഒരു പക്ഷേ കണ്ടവർ തന്നെ വീണ്ടും തിയേറ്ററിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ റഷ് കൂടുതലായിരിക്കുമെന്നാണ് വിലയിരുത്തൽ ഉണ്ടാകുന്നത്. ഈ പറയുന്ന 5 ദിവസമായി 5 ദിവസവും എമ്പുരാൻ റിലീസ് ചെയ്ത ശേഷവും ഈ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള തിയേറ്റർ റഷ് കുറയുന്നില്ല. ടിക്കറ്റുകൾ പലയിടത്തും അവൈലബിൾ അല്ലാത്ത സാഹചര്യമുണ്ട്. ഇങ്ങനെ ഒരു സിനിമയെ പറ്റി ഇത്രയും ദിവസം വിവാദങ്ങളായാലും ചർച്ചകളായാലും ഇങ്ങനെ സജീവമായി തന്നെ എമ്പുരാൻ സോഷ്യൽ മീഡിയകളിലായാലും മാധ്യമങ്ങളിലായാലും ഒക്കെ ഇങ്ങനെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ വിവാദങ്ങൾ, അതായത് ഈ എഡിറ്റഡ് വേർഷൻ ഇറക്കാമെന്ന് പോലും പറഞ്ഞ ശേഷം വിവാദങ്ങൾ നിർത്തുന്ന സാഹചര്യമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ്. കാരണം ഈ സംഘപരിവാർ സംഘടനകൾ ഉയർത്തിയിരിക്കുന്ന വിമർശനങ്ങൾ കൊണ്ടാണ് എമ്പുരാൻ എഡിറ്റഡ് വേർഷനിലേക്ക് പോകാനുള്ള തീരുമാനമുണ്ടായതെന്ന് മോഹൻലാലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം ഖേദപ്രകടനം നടത്തിയതോടുകൂടിയാണ് എമ്പുരാൻ എഡിറ്റഡ് വേർഷനിലേക്ക് പോകാനുള്ള തീരുമാനത്തിൽ വ്യക്തത വന്നതും അങ്ങനെയാണ്. അതിനുശേഷം ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വേദനിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ് അതൊക്കെ മാറ്റിയ ശേഷം സിനിമ വീണ്ടും തിയേറ്ററുകളിൽ എത്തുമെന്ന് മോഹൻലാൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അതിനും, അതായത് മോഹൻലാൽ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിലും ഖേദപ്രകടനം നടത്തിയതിലുമൊക്കെ വലിയ വിമർശനമാണ് ആരാധകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. അതായത് താങ്കളെ വേദനിപ്പിക്കുന്ന, നടനെന്ന നിലയിൽ താങ്കളെ വേദനിപ്പിക്കുന്നത് സംഘപരിവാർ സംഘടനകൾക്ക് വേദനിച്ചതാണോ താങ്കൾക്ക് വിഷമമായത്, അതല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ മാത്രം സപ്പോർട്ടോടുകൂടി ഉള്ള അതാണോ താങ്കളുടെ ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയ വലിയ വിമർശനങ്ങളാണ് മോഹൻലാൽ ആ പോസ്റ്റിന് ശേഷവും സോഷ്യൽ മീഡിയകളിൽ നേരിടേണ്ടി വരുന്ന വിമർശനങ്ങൾ. അത് പൃഥ്വിരാജിന്റെ നിലപാടിനെ ചോദ്യം ചെയ്തുമുള്ള വിമർശനങ്ങളുണ്ട്. എന്നിരുന്നാൽ പോലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപി ഇതുവരെ അക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല. അതിൽ നിലപാട് അതല്ലെങ്കിൽ ഈ എഡിറ്റ് ചെയ്യുന്ന വേർഷനിൽ ഉൾപ്പെടെയുള്ള അതിൽ പ്രതികരിക്കാനില്ലെന്നും, അതായത് താൻ ചെയ്തതിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മുരളി ഗോപിയുടെ നിലപാടാണ് മുരളി ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുള്ള എന്നുള്ള നിരീക്ഷണങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഓർഗനൈസർ ഉൾപ്പെടെ, അതായത് സംഘപരിവാറിൻ്റെ മുഖപത്രമായിട്ടുള്ള ഓർഗനൈസർ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഇപ്പോഴും ഈ വിമർശനങ്ങൾ നിരന്തരം ഉണ്ടാകുന്നുണ്ട്. തങ്ങൾ എഡിറ്റ് ചെയ്യാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും, അത് മാത്രമല്ല കേരളത്തിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ അതിലുണ്ടായിട്ടും ടി സിദ്ദിഖിൻ്റെ പോസ്റ്റ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായി തുടരുന്നുണ്ട്. ടി സിദ്ദിഖ് പറഞ്ഞത് ഇങ്ങനെയാണ്: CPM-നെ കോൺഗ്രസിനെ ഒക്കെ വിമർശിച്ചിട്ടുണ്ട്. അതായത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടിയാണ് CPM എന്ന് പറയുന്നു. അതല്ലെങ്കിൽ CPM എന്ന് പേര് ഉപയോഗിക്കുന്നില്ലെങ്കിലും കാരണഭൂതന് ഉപയോഗിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ മെഗാ തിരുവാതിര ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ പല, അതായത് CPM എന്ന് മെൻഷൻ ചെയ്യുന്ന മനസ്സിലാകുന്ന സൂചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. അതിലാർക്കും പരാതിയില്ല. അതല്ലെങ്കിൽ കോൺഗ്രസിനെ മെൻഷൻ ചെയ്യുന്ന, കോൺഗ്രസ് ആണ് എന്ന് മനസ്സിലാക്കുന്ന പല സൂചകങ്ങളും സിനിമയിൽ ഉപയോഗിക്കപ്പെടുന്നു. അതിലും പരാതിയില്ല. ഇങ്ങനെ ഞങ്ങൾ കൂടി അതിന്മേൽ പരാതികൾ ഉന്നയിച്ചാൽ ഒരുപക്ഷെ റീൽസിന് വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന 3 മിനിറ്റ് സിനിമയായിട്ട് എമ്പുരാൻ ചുരുക്കേണ്ടി വരുമല്ലോ. അതിനുകൂടി എഡിറ്റ് ചെയ്യാൻ ഇവർ തയ്യാറായാൽ, അണിയറ പ്രവർത്തകർ തയ്യാറായാൽ എന്നുള്ള ഒരു വിമർശനം ടി സിദ്ദിഖ് MLA ഉന്നയിച്ചിട്ടുണ്ട്.
അത് തന്നെ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ എമ്പുരാന് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ഒരു സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, കലാകാരന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഇതിന്മേൽ കത്തിവെക്കുന്ന നിലപാടുകൾ, വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള മാനസിക പക്വത ഈ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ള വിമർശനങ്ങളും ശക്തമാകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ നിരവധി വിമർശനങ്ങളാണ് എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും. ഇന്ന് 5 ദിവസമായിട്ട് പോലും ആ വിമർശനങ്ങൾക്ക് ഒരു ഇളവും ഉണ്ടായിട്ടില്ല, ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഇനി എഡിറ്റഡ് വേർഷൻ വന്നാൽ പോലും ശ്രീജ പറയുന്നത് പോലെ ഗർഭിണിയായ സ്ത്രീയെ അതിന്റെ സൂചകം ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നമ്മളെ ഏറ്റവും ഭയാനകമായി കേട്ടിട്ടുള്ള ഒരു ബിംബം അതായിരുന്നു. അത് സിനിമയിൽ ഉപയോഗിച്ചു. ഒഴിവാക്കും, എന്തൊക്കെ ഈ കഥയുടെ ഗതിയെ ഭംഗപ്പെടുത്താതെ എന്തൊക്കെ ഒഴിവാക്കാൻ പറ്റും, അതൊക്കെ അറിയാൻ വേണ്ടി ഒരുപക്ഷെ കണ്ടവർ കൂടി ഒരിക്കൽ കൂടി തിയേറ്ററുകളിൽ എത്തും എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഈ വിഷയം പാർലമെന്റിൽ അടക്കം ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് CPM. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റം രാജ്യത്ത് വർദ്ധിക്കുന്നു. മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരായ സംഘടിതമായ ആക്രമണം ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് CPM ഈ നോട്ടീസിൽ പറയുന്നത്. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് റഹീം MP ആണ് നോട്ടീസ് നൽകിയത്. മഹാരാഷ്ട്രയിൽ കുനാൽ കമ്രയ്ക്കെതിരായ ശിവസേന ആക്രമണവും സമാനമാണെന്ന് നോട്ടീസിൽ പറയുന്നു. തിരുവനന്തപുരത്ത് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ IB ഉദ്യോഗസ്ഥ മേഘയുടെ കുടുംബം ഇന്ന് തിരുവനന്തപുരത്തെത്തി അന്വേഷണ ഉദ്യോഗസ്ഥരെ കാണും. മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കൈപ്പറ്റും. സുഹൃത്തായ IB ഉദ്യോഗസ്ഥൻ സുകാന്ത് സാമ്പത്തികമായി ചൂഷണം ചെയ്തുവെന്നാണ് മേഘയുടെ കുടുംബത്തിന്റെ ആരോപണം. VV വിനോദ് വിവരങ്ങളുമായി. വിനോദ്, ഈ മരണം നടന്ന് ഇത്ര ദിവസമായിട്ടും സുകാന്തിനെ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. ഇതിന്റെ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളൊക്കെ കുടുംബം ശേഖരിച്ചിട്ടുമുണ്ട്. ഇന്നിപ്പോൾ കുടുംബം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഉദ്ദേശിക്കുന്നത്? ശ്രീജ, സുകാന്ത് ഒളിവിൽ തുടരുകയാണ്. പോലീസിനെ സംബന്ധിച്ച് പോലീസ് നടപടിയിൽ പ്രതിഷേധം കുടുംബത്തിനുണ്ട്. കാരണം സുകാന്തിനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്ന തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ട് മെല്ലെപ്പോക്ക് നടപടിയാണ് ഉണ്ടായതെന്ന ഒരു ആരോപണമാണ് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. അതോടൊപ്പം തന്നെ ഈ കുടുംബം ഇന്നിപ്പോൾ എത്തുമ്പോൾ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അവരുടെ അഭിഭാഷകനെ കാണുന്നതിന് വേണ്ടിയാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്. 10 മണിയോടുകൂടി പത്തനംതിട്ടയിൽ നിന്ന് തിരിക്കുമെന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ അഭിഭാഷകനെ കണ്ടതിന് ശേഷം പേട്ട പോലീസിലെത്തി മൊഴി ഒന്നുകൂടി ഒരുപക്ഷെ കൊടുത്തേക്കും. കഴിഞ്ഞ ദിവസം പേട്ട പോലീസ് രക്ഷിതാക്കളുടെ, പ്രത്യേകിച്ച് അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതുവരെ മേഘയുടെ അമ്മയുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. കാരണം അവരുടെ ഒരു മാനസികാവസ്ഥ അങ്ങനെ മൊഴി നൽകുന്നതിന് അനുകൂലമായ നിലയിലായിരുന്നില്ല. കഴിഞ്ഞ ദിവസമാണ് വീട്ടിലെത്തി ആ മൊഴി രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഇന്ന് IBയുടെ ഓഫീസിലേക്കും രക്ഷിതാക്കൾ പോകുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മളത് കാണുമ്പോൾ. കാരണം രണ്ടുപേരും IB ഉദ്യോഗസ്ഥരായിരുന്നു. വിവാഹം ചെയ്യാമെന്ന ഉറപ്പ് നൽകിയിരുന്നു. ഈ പ്രണയത്തിൽ നിന്ന് പിന്മാറിയതാണ്, ആ ഒരു വിവാഹ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതാണ് മേഘയെ മാനസികമായി തളർത്തിയതും ആത്മഹത്യയിലേക്ക് നയിച്ചതും. പക്ഷേ അവിടെ കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല. കാരണം ഈ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കും കൊച്ചിയിൽ നിന്ന് തിരിച്ചുമൊക്കെ പലതവണ ഇവർ ഒരുമിച്ച് യാത്ര ചെയ്യുകയും പലയിടങ്ങളിലേക്ക് പോവുകയും ചെയ്തിരുന്നു. പെൺകുട്ടിയിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. അതായത് ശമ്പളം കിട്ടുന്ന മുഴുവൻ തുകയും സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിന്റെ ഡോക്യുമെന്റ്സുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഈ തരത്തിൽ വിവിധ വകുപ്പുകൾ ചുമത്തി സുകാന്തിനെ പ്രതിയാക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുമോ എന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ പോലീസ് ആ നിലയ്ക്കൊരു നീക്കം നടത്തിയില്ല എന്ന ആക്ഷേപം ഒരു വശത്ത് ശക്തമായി നിൽക്കുകയും ചെയ്യുന്നു. ശ്രീജ, VV വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഇന്ന് April 1 അപ്പോൾ ഇന്ന് എല്ലായിടത്തും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആരെങ്കിലും പറയുകയോ എഴുതുകയോ അത് വായിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു അല്പം സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ വളരെ സസ്പെൻസ് നിറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചാണ് അടുത്ത വാർത്ത. ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് പ്രശാന്ത് IAS ആണ്. ആ തീരുമാനം ഇന്ന് എടുക്കുന്നുവെന്നാണ് പ്രശാന്തിന്റെ പോസ്റ്റ്. IAS ഉദ്യോഗസ്ഥരെ വിമർശിച്ചതിന് കഴിഞ്ഞ 4.5 മാസമായി സസ്പെൻഷനിലാണ് പ്രശാന്ത്. VV വിനോദ് വിവരങ്ങളുമായി ഒരിക്കൽ കൂടി. വിനോദ്, പ്രശാന്തിന് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം തമാശകളൊക്കെ പറഞ്ഞും ശീലമുണ്ട്, വളരെ ഗൗരവമേറിയ കാര്യങ്ങൾ പറഞ്ഞും ശീലമുണ്ട്. അപ്പോൾ ഇന്ന് April 1 ആയതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയ ഒരു പോസ്റ്റാണോ അതോ ഇതുപോലെ കുറച്ച് കഴിഞ്ഞ് ഞാൻ തമാശ പറഞ്ഞതാണെന്ന് പറയുമോ എന്ന് അറിഞ്ഞുകൂടാ. എങ്കിലും ആ പോസ്റ്റിന്റെ ടാഗ്സ് ഒക്കെ ഇത്തരത്തിലൊരു സംഭാഷണം അർഹിക്കുന്നുണ്ട്. ഇറ്റ്സ് ടൈം അല്ലെങ്കിൽ ഫൈനലി ടൈം ഫോർ ഡിസിഷൻ എന്നൊക്കെയാണ് ടാഗ്. എന്താണ് വിവരങ്ങൾ?
ശ്രീജ, ആ തീരുമാനം ഇന്ന് എടുക്കുന്നുവെന്നാണ് പ്രധാനമായും ഈ പോസ്റ്റിൽ പ്രശാന്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പൂവിന്റെ ദളങ്ങൾ തറയിൽ വീണ് കിടക്കുന്ന ചിത്രം കൂടി ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. അദ്ദേഹം ശ്രീജ പറഞ്ഞതുപോലെ തന്നെ മാസങ്ങളായി സസ്പെൻഷനിലാണ്. നവംബറിലാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ടത്. ഈ മുതിർന്ന IAS ഉദ്യോഗസ്ഥനുമായ ജയതിലകിനോട് കൊമ്പുകോർത്തത് അത് സോഷ്യൽ മീഡിയ വഴിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളായിരുന്നു. പട്ടികജാതി വകുപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ, ഇരുവരും ഉണ്ടായിരുന്നപ്പോൾ അവിടുത്തെ ഈ ഫയൽ നീക്കവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കങ്ങളാണ്. അത് വഷളാവുകയും പിന്നീട് പരസ്യമായി തന്നെ ജയതിലകനെതിരെയും മറ്റൊരു IAS ഉദ്യോഗസ്ഥനായ ഗോപാലകൃഷ്ണനെതിരെയും പ്രശാന്ത് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുകയും അത്തരത്തിലുള്ള അധിക്ഷേപ പരാമർശം ഉണ്ടായി എന്ന് കാണിച്ച് ഈ ഉദ്യോഗസ്ഥർ പിന്നീട് പരാതി നൽകുകയും ചെയ്തു. ഇപ്പോൾ ഈ ഒരു അന്വേഷണ സമിതിയുടെ മുമ്പിലാണ് ഈ സംഭവമുള്ളത്. വീണ്ടും സസ്പെൻഷൻ കാലാവധി നീട്ടണമെന്ന ശുപാർശയാണ് അവർ നൽകിയിട്ടുള്ളതെന്ന ഒരു വിവരം കൂടി നമുക്ക് നേരത്തെ ലഭിച്ചിരുന്നു. അത്തരത്തിലാണ് മനസ്സിലാക്കുന്നത്. ജനുവരിയിൽ വീണ്ടും സസ്പെൻഷൻ നീട്ടിയിരുന്നു. അങ്ങനെ അനിശ്ചിതമായി പ്രശാന്തിന്റെ സസ്പെൻഷൻ നീണ്ടുപോവുകയാണ്. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് വരുന്നത്. നമുക്കറിയാം പ്രശാന്തിന്റെ ഒരു രീതി അനുസരിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹം സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആണെങ്കിലും അദ്ദേഹം സോഷ്യൽ മീഡിയയിലാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഈ വിവാദമുണ്ടായതിനു ശേഷം അദ്ദേഹം മറുപടി കൊടുക്കുന്നതിന് പകരം ചീഫ് സെക്രട്ടറിയുടെ വിശദീകരണം ചോദിച്ചുള്ള നോട്ടീസ് ഉണ്ടായിരുന്നു. ആ ചാർജ് ഉമ്മയ്ക്ക് മറുപടി കൊടുക്കുന്നതിന് പകരം തിരിച്ച് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ചർച്ചയാവുന്നത്. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കണം, ഈ പറയുന്നത് പോലെ ഏപ്രിൽ 1 ആയതുകൊണ്ട് തന്നെ ഇത് സീരിയസ് പോസ്റ്റാണോ അല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു തീരുമാനമെടുക്കാൻ കഴിയില്ല. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് എൻ പ്രശാന്തിന് ഈ വിഷയത്തിൽ വിശദീകരിക്കാനുള്ളത് എന്ന്. ഇന്നത്തെ ദിവസം മറ്റൊരു സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റൊക്കെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വാർത്തയിലേക്ക്. കറുപ്പ് നിറത്തിൽ വിവേചനം കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണെന്ന് പറയുന്നു ഈ സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ഉദ്യോഗസ്ഥ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. പുരുഷനേക്കാൾ നിറത്തിന്റെ പേരിൽ സ്ത്രീകൾ കൂടുതൽ അവഗണിക്കപ്പെടുന്ന സമൂഹമാണ് ഇപ്പോഴും. സ്ത്രീ എന്ന നിലയ്ക്ക് നേരിടേണ്ടി വരുന്ന വിവേചനവും സമൂഹത്തിൽ അതേപടി തുടരുന്നുവെന്നും ശാരദാ മുരളീധരൻ Q18 പറഞ്ഞു. ഉദ്യോഗസ്ഥ തലത്തിൽ പോലും തുടക്കക്കാരായ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ വിവേചനത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ചീഫ് സെക്രട്ടറി പറഞ്ഞു. നിറം എന്ന് പറയുന്ന പോലെ തന്നെ സ്ത്രീ എന്ന തരത്തിലുള്ള ഒരു താരതമ്യപ്പെടുത്തലുകളോ അത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുകളോ ഫീൽ ചെയ്തിട്ടുണ്ടോ ഈ 7 മാസം? ഒരു ചെറുപ്പക്കാരിയായിട്ടോ ഓഫീസറായിട്ട് കയറി വരുമ്പോഴത്തേക്കും ഭയങ്കര പ്രയാസം കേട്ടോ. അത് അപ്പം നമ്മൾ ഫീൽഡിൽ എല്ലാവരും ഒറ്റയ്ക്കാണ്. പക്ഷേ ഫീൽഡിൽ ഒറ്റയ്ക്ക് നമ്മൾ കൂടെ ഇരിക്കുന്നത് നമ്മുടെ ചുറ്റുമുള്ള സിസ്റ്റമാണല്ലോ. ഈ സിസ്റ്റം നമ്മളെ കാണുന്നത് ആ കൊച്ചു പെണ്ണ് ഓഫീസർ എന്നുള്ള രീതിക്കല്ല. കൊച്ചു ചെക്കൻ എന്ന് പറഞ്ഞിട്ട് ഓഫീസറിനെ കാണില്ല. പക്ഷെ കൊച്ചു പെണ്ണ് എന്ന് പറഞ്ഞിട്ട് ലേഡി ഓഫീസറിനെ എന്തായാലും കാണും. ആൻഡ് അതുകൊണ്ട് തന്നെ പലർക്കും നമ്മളുടെ അടുത്ത് ഇപ്പം നമ്മൾ നിയന്ത്രിക്കുകയോ റെഗുലേറ്റ് ചെയ്യുകയോ ശകാരിക്കുകയോ ഒന്നും ചെയ്യുന്നത് ഒട്ടും സ്വീകാര്യമല്ല. ആൻഡ് നമ്മളുടെ അടുത്തുള്ള റെസ്പോൺസ് പലപ്പോഴും അഗ്രസീവും വളരെ ഇതും കൂടിയാണ്. അപ്പോൾ അതൊക്കെ നാവിഗേറ്റ് ചെയ്ത് വന്നിട്ട് തന്നെയാണ് എല്ലാ വനിതാ ഓഫീസേഴ്സും കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓഫീസിനകത്തുള്ള ഒരു സിറ്റുവേഷൻ. പിന്നെ ഇപ്പോൾ നമ്മൾ ഞങ്ങൾ കയറിയ സമയത്തുള്ള ഒരു കേരളം അല്ലെങ്കിൽ ഒരു ചുറ്റുപാടല്ല ഇപ്പോൾ. ഇന്ന് ഈ കാര്യങ്ങൾ കുറെ കൂടി ഓപ്പണായിട്ട് സംസാരിക്കാനായിട്ടുള്ള കുറേ ശബ്ദങ്ങളുണ്ട്. ഈ നിറം എന്ന് പറഞ്ഞപ്പോൾ പല തരത്തിൽ നിറം പറയുമ്പോൾ ഈ കറുപ്പ് എന്നുള്ള നിറത്തെ സ്ത്രീയോട് കൂടിയാണ് റിലേറ്റ് ചെയ്ത് പറയുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ പുരുഷനോട് പറയുന്നതിനപ്പുറത്തേക്ക് കൂടുതൽ മറ്റെന്തോ തരത്തിൽ കാണുന്നത് അത് സ്ത്രീ ആകുമ്പോൾ സ്ത്രീക്ക് കറുപ്പ് ഒട്ടും അങ്ങനെ ഒരു നോഷൻ കൂടെ ഈ സമൂഹത്തിലില്ലേ? പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീകൾക്കാണോ? സ്ത്രീകൾ തന്നെയാണ് കുറെ കൂടി നീറ്റിലൂടെ ഇത് അനുഭവിക്കുന്നത്. മറ്റത് നമ്മളത് കടന്നു പോകുന്നു. കാരണം ഈ പുരുഷ സൗന്ദര്യം ഇത് വരുമ്പോഴത്തേക്കും ഒരു കൗണ്ടർ നാരറ്റീവുണ്ട്. നമ്മൾ അത് സായിപ്പിൻ്റെ നാരറ്റീവാണ് എങ്കിലും നമ്മളത് ഉൾക്കൊള്ളുന്ന ഒരു ഇതാണ് ടോൾ, ഡാർക്ക് ആൻഡ് ഹാൻസം എന്നുണ്ട്. അപ്പോൾ ടോൾനെസ് പലപ്പോഴും ടോൾനെസ് ആയിരിക്കും ഒരു പ്രശ്നമായിട്ട് നമ്മൾ ഇത് കാണും. ഡാർക്ക് അപ്പോൾ ഇപ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് പ്രശ്നം ഉണ്ടാവുന്നില്ല. പക്ഷെ ഡാർക്കും ഹാൻസമാണേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഡാർക്ക് ആൻഡ് പ്രിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടും ഒരുമിച്ച് നമ്മൾ കേട്ടിട്ടേ ഇല്ല. നിറത്തിന്റെ പേരിലുള്ള അധിക്ഷേപം വ്യക്തി ജീവിതത്തിൽ പലതവണ നേരിട്ടിട്ടുണ്ടെന്ന് ചീഫ് സെക്രട്ടറി. സുമുഖനായ ഭർത്താവിനെ കിട്ടിയ കറുത്ത ഭാര്യ ലോട്ടറി അടിച്ചവളെന്ന് പറഞ്ഞവരുണ്ട്. കറുത്ത ഭാര്യയെ കിട്ടിയതിൽ ഭർത്താവിനോട് അനുശോചനം രേഖപ്പെടുത്തിയവരുമുണ്ടെന്നും ഈ അനുഭവങ്ങൾ കൂടിയാണ്
കറുപ്പിന് എന്താണ് കുഴപ്പമെന്ന് തന്റെ നിലപാട് ശക്തിപ്പെടുത്തിയതെന്നും ശാരദ മുരളീധരൻ പറഞ്ഞു. സുമുഖനായ ഒരു ഭർത്താവിനെ കിട്ടിയില്ലേ, നിനക്ക് നിന്നിടത്ത് എന്താ വേണ്ടത് എന്ന് വിചാരിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേ അവിടെയും ഒരു അർത്ഥം വരുന്നുണ്ടല്ലോ. നിനക്കെന്തോ ഭാഗ്യം, നീ എന്തോ ലോട്ടറി അടിച്ചു. അദ്ദേഹം ലോട്ടറി അടിച്ചിട്ടില്ല, ഞാനാണ് ലോട്ടറി അടിച്ചത്. ഒരു കറുത്ത ഭാര്യയെ കിട്ടിയതിൽ അദ്ദേഹത്തിനോട് നമ്മൾ അല്പം കണ്ടോളൻസൊക്കെ ഇത് പറയാം. പക്ഷേ എന്നിരുന്നാലും സാരമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ലോട്ടറിയാണ് അത്. അപ്പം അതിൻ്റെ ഈ കറുപ്പ് എന്ന് പറയുന്ന ഒരു വിഷയം ഇപ്പോൾ കറുപ്പിനെ ചൊല്ലിയിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതല്ല ഔദ്യോഗികമായിട്ട് എന്നുള്ള നിലയ്ക്കല്ല. പക്ഷേ നമുക്ക് വ്യക്തിപരമായിട്ട് ഉള്ള പല ഇൻറ്ററാക്ഷൻസിൽ പലപ്പോഴും കേൾക്കേണ്ടി വരുന്നത് അത് ഇപ്പം നമ്മുടെ സുഹൃത്ത് വലയത്തിൽ നിന്നാകാം, നമ്മുടെ കുടുംബത്തിൽ നിന്നാകാം, നമ്മുടെ ഉദ്യോഗ സുഹൃത്തുക്കളിൽ നിന്നാകാം, പലതരത്തിലുള്ള അല്ലാതെയുള്ളവരും ഒക്കെ ആകാം. അത് പിന്നെ അത് കുഴപ്പമില്ല. അത് നമ്മൾ ഇപ്പം കുഴപ്പമില്ല എന്ന് പറയുന്നത് അത് നമ്മളെല്ലാവരും തന്നെ അതിന് വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് വാർമർ ഉണ്ടാക്കിയിട്ട് അതിനെ മറികടന്ന് ഇത് ഒരു ചെവിയുടെ കേൾക്കുക മറ്റു ചെവിയുടെ ഇറക്കുക എന്നുള്ള തരത്തിൽ നമ്മൾ നമ്മുടെ യാത്ര തുടരുന്നു. ഇത്രയേറെ വിമർശനങ്ങൾ വന്നിട്ടും നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച ആൾ ഖേദം പ്രകടിപ്പിക്കാൻ തയ്യാറായില്ലെന്ന് ചീഫ് സെക്രട്ടറി. ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് പോലും തയ്യാറായില്ല. ഇത് ഈ വ്യക്തിയുടെ മാത്രം ചിന്താഗതിയായി ചുരുക്കി കാണുന്നില്ല. അടുത്തറിയാവുന്നവരിൽ പലരും ഈ മനോനില ഉള്ളിൽ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഒരാളുടെ പേര് മാത്രം പരസ്യമായി പുറത്തു പറയാതിരുന്നതെന്നും ശാരദ മുരളീധരൻ Q18 പറഞ്ഞു. ഇത് പറഞ്ഞ സമയത്ത് പ്രവൃത്തി മുൻഗാമിയെക്കാളും വെളുത്തതല്ല, കറുത്തതാണ്. അതായത് ഈ വർക്കിനെയാണ് പറഞ്ഞത് എന്നുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ വന്നു കേട്ടു. അതെ, പറഞ്ഞത് ഇങ്ങനെ തന്നെയായിരുന്നു. കറുത്തിരിക്കുന്നത് പോലെ തന്നെയാണ് അഡ്മിനിസ്ട്രേഷനും, അത്രയും അതുപോലെ കറുപ്പാണ്. വേണുവിൻ്റെ പോലെ അല്ല അത് വെളുത്തിരുന്നപ്പോൾ ഇത് കറുപ്പാണ്. പിന്നെ ഇപ്പം ഞങ്ങളെ മുഖഭാവം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ പറയേണ്ടാത്തത് പറഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് പറഞ്ഞു അല്ല അതും കുറേ കർക്കശമാണ് എന്നൊക്കെ പറഞ്ഞ് അത് ഉഴപ്പിയതാണ്. ഈ മനസ്സിലിരിപ്പ് ഇദ്ദേഹത്തിൻ്റെ മാത്രമല്ല, എത്രയോ പേരുടെ മനസ്സിലിരിപ്പ് ആണ്. കുറച്ച് ഇതായിട്ട് ലൂസായിട്ട് സംസാരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതുകൂടെ പുറത്തു വന്നു എന്ന് മാത്രം. പക്ഷേ എത്രയോ പേരുടെ ഇപ്പം ഞാൻ അറിയുകയും സ്നേഹിക്കുന്ന എത്രയോ പേരുടെ മനസ്സിലിരിപ്പ് എങ്ങനെയുണ്ട് അപ്പം എൻ്റെ ചുറ്റുമുള്ളവരുടെ. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഒരാളെ മാത്രം ഇത് ചെയ്തിട്ട് വിക്ടിമൈസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ കോൾ ഔട്ട് ചെയ്യുന്നത് കാര്യമില്ല. എനിക്ക് കോൾ ഔട്ട് ചെയ്യേണ്ടത് മൊത്തം സമൂഹത്തിനെയാണ്. ഇത്രയും വലിയ വിവാദം വന്ന ശേഷം എന്തെങ്കിലും റെസ്പോൺസ് ആ ഭാഗത്തുനിന്നുണ്ടായോ? ക്ഷമ പറയുകയോ അങ്ങനെ ഏതെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഉണ്ടായോ? ഇല്ല, പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു പക്ഷെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടാകണം. അതെ, ഞാൻ കൂടുതൽ പറയുന്നില്ല. ആഗ്രഹങ്ങളൊക്കെ നടന്നാൽ എത്ര നന്നായിരുന്നു എന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. ബൃന്ദ കാരാട്ട് ജനറൽ സെക്രട്ടറി ആകുമോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു PK ശ്രീമതി. അല്ല, ഞാൻ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നടക്കുമെങ്കിൽ ഇവിടെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ആഗ്രഹങ്ങൾ പലർക്കും പല രീതിയിലുണ്ടാകും. പക്ഷെ ആ ആഗ്രഹങ്ങളൊന്നും അങ്ങനെ എല്ലാവരും പുറത്തു പറയില്ലല്ലോ. ആഗ്രഹങ്ങൾ മനസ്സിൽ വെക്കും, പ്രതീക്ഷകളുണ്ടാകും. പ്രതീക്ഷകൾക്കനുസരിച്ച് പലർക്കും സ്ഥാനങ്ങൾ ലഭിക്കുന്നല്ലാതെ നമുക്കൊന്നും അതിന് ആധികാരികമായി പറയാനുള്ള യാതൊരു അധികാരവുമില്ല, അതിന് അവകാശവുമില്ല. പത്തനംതിട്ടയിൽ 14 വയസ്സുള്ള പെൺകുട്ടി ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ അയൽവാസിയായ യുവാവ് പോലീസ് കസ്റ്റഡിയിൽ. അഴൂർ സ്വദേശിനി ആവണിയാണ് ഇന്നലെ രാത്രി മരിച്ചത്. വിവരങ്ങളുമായി ശശിനാരായണൻ. ശശി, ഈ യുവാവ് ഏത് സാഹചര്യത്തിലാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? എന്താണ് ഈ FIR-ലെ വിശദാംശങ്ങൾ? ഇന്നലെയാണ് ആവണി വനജോടി സ്വദേശിയായ 14 വയസ്സുകാരി ആറ്റിൽ ചാടി മരിച്ചത്. ഈ ആവണിയും അവരുടെ അച്ഛനും സഹോദരനും കൂടി ഉത്സവം കണ്ട് മടങ്ങി തിരിച്ച് നടപ്പാലത്തിലൂടെ 6-ന് മുകളിലുള്ള നടപ്പാലത്തിലൂടെ നടന്നു വരുമ്പോഴാണ് അയൽവാസിയായ യുവാവുമായി വാക്കുതർക്കമുണ്ടായും. അയൽവാസിയായ ശരത്ത് എന്ന് പറഞ്ഞ യുവാവ് അച്ഛനെയും ഒപ്പം ഈ സഹോദരനെ മർദ്ദിച്ചു. ഇത് കണ്ടാണ് ആവണി ആറ്റിലേക്ക് ചാടിയെന്നാണ് പോലീസിന്റെ FIR-ൽ പറഞ്ഞിട്ടുള്ളത്. ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അയൽവാസിയായ ശരത്തിനെ പോലീസ് കസ്റ്റഡി എടുത്തിട്ടുള്ളത്. എന്തായാലും വിശദമായി പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. എന്താണ് ഇവർ തമ്മിലുള്ള തർക്കത്തിന്റെ കാരണം എന്നുള്ള കാര്യമാണ് പോലീസ് പരിശോധിക്കുന്നത്. അതിന് ഈ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യമാണ്
പോലീസ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. എന്തായാലും ശരത്ത് ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ്. വലിയ ആഴമുള്ള നദിയാണ്, അച്ചുകാലാണ് വീണത്. ഇന്നലെ തന്നെ രാത്രി തന്നെ രക്ഷാപ്രവർത്തനം നടത്താനുള്ള എല്ലാ ശ്രമങ്ങളും പോലീസും ഫയർഫോഴ്സും ഒക്കെ മുങ്ങിത്തപ്പി നോക്കിയെങ്കിലും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞത്. പിന്നീടാണ് മരിച്ചത്. എന്തായാലും മൃതദേഹം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണുള്ളത്. ശരത്ത് പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ഇലന്തൂർ നരബലി കേസ് നമുക്കൊക്കെ ഓർമ്മയുണ്ട്. മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച കേസിൽ പ്രതികൾ ഹൈക്കോടതിയെ വിടുതൽ ഹർജിയുമായി സമീപിച്ചിരുന്നു. ആ വിടുതൽ ഹർജിയിൽ ഇന്ന് വിധി പറയും. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 5 ആണ് കേസ് പരിഗണിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഈ കേസിൽ തങ്ങളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇവർ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ശ്രീജ, കേസ് അഡീഷണൽ സെഷൻസ് കോടതിയുടെ ആണ് പരിഗണിക്കുന്നത്. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. അതായത് കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത് തങ്ങളെ ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുമാണെന്നാണ് വിടുതൽ ഹർജിയിൽ പ്രതികൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ വിടുതൽ ഹർജിയാണ് ഇന്ന് അഡീഷണൽ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വിടുതൽ ഹർജിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് പ്രതികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് തങ്ങളെ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിക്കുന്നത് തെളിവില്ലാതെയാണ്. അതുമാത്രമല്ല, ഭീഷണിപ്പെടുത്തിയും മർദ്ദിച്ചും ബലം പ്രയോഗിച്ചുമാണ് ഈ വിടുതൽ ഹർജി ഈ കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വിടുതൽ ഹർജി ഇവിടെ ഹാജരാക്കുന്നതെന്നാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതേസമയം കൃത്യമായ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതും പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പ്രോസിക്യൂഷൻ കൃത്യമായ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിടുതൽ ഹർജി തള്ളുകയാണെങ്കിൽ വിചാരണ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കും തുടർ വിധികളിലേക്കുമായിരിക്കും കടക്കുക. ശ്രീജ. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ വിടുതൽ ഹർജി ഇന്ന് പരിഗണിക്കുന്നത്. കോഴിക്കോട് കടലുണ്ടി TMH ആശുപത്രിയിൽ ലഹരി സംഘത്തിന്റെ അതിക്രമം. പരിക്കേറ്റ യുവാവിനെ കൊണ്ടുവന്ന സംഘമാണ് അതിക്രമം നടത്തിയത്. റിസപ്ഷൻ അടിച്ചു തകർക്കുകയും ആശുപത്രി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, എന്തായിരുന്നു ഈ സംഘത്തിന് ഇത്ര വലിയൊരു പ്രകോപനം അവിടെ ഉണ്ടായത്? ശ്രീജ, ഇന്നലെ വൈകിട്ടാണ് സംഭവം ഉണ്ടായത്. പരപ്പനങ്ങാടി സ്വദേശി ഉബൈദ് എന്നയാൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിട്ടുമുണ്ട്. അത്താണിക്കൽ ഉണ്ടായ ഒരു ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ അൻസിൽ എന്ന യുവാവുമായി ഒരു സംഘം ആളുകൾ ഈ TMH ആശുപത്രിയിൽ എത്തിയിരുന്നു. പ്രാഥമിക ശുശ്രൂഷ നടത്തിയ ശേഷം ഈ ഡ്യൂട്ടി ഡോക്ടർ ഈ അൻസലിനെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റാനായി റെഫർ ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ പുറത്തേക്ക് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തത് ഒപ്പമുണ്ടായിരുന്ന ആളുകൾക്ക് ഇഷ്ടമായില്ല. ഇവർ ഇത് തുടർന്ന് വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് ആശുപത്രി റിസപ്ഷൻ അടക്കം അടിച്ചു തകർക്കുകയുമാണ് ചെയ്തത്. വീൽ ചെയറുകൾ തകർത്തു. ഒപ്പം ഈ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ഇപ്പോൾ പരപ്പനങ്ങാടി സ്വദേശിയായ ഉഫൈദ് എന്നയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അക്രമ സംഘത്തിലെ മറ്റ് ആളുകൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശ്രീജ. അനീഷാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ മദ്യപസംഘം കാണിച്ചത് മറ്റൊരു അക്രമമാണ്. ഈ സംഘം എറിഞ്ഞ ബിയർ കുപ്പി ദേഹത്ത് പതിച്ച 5 വയസ്സുകാരിക്ക് പരിക്കേറ്റു. കള്ളിക്കാട് അരുവിക്കുഴി സ്വദേശി ആദം ജോണിനാണ് പരിക്കേറ്റത്. ആദം ജോണിന്റെ അച്ഛൻ രജനീഷിനും പരിക്കേറ്റിട്ടുണ്ട്. അരുൺ മോഹൻ വിവരങ്ങളുമായി. അരുൺ, ഇങ്ങനൊരു അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? ഇവർ എവിടെ നിന്നാണ് ഈ ബിയർ കുപ്പി എറിഞ്ഞത്? എത്രത്തോളം ഗുരുതരമാണ് പരിക്ക്? ശ്രീജ, ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കാട്ടാക്കട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ബാറിൽ ഒരു അക്രമം ഉണ്ടാവുകയായിരുന്നു. ഇരു വിഭാഗങ്ങൾ തമ്മിൽ അകത്ത് വാക്കേറ്റം ഉണ്ടായി. അത് കയ്യാങ്കളിലേക്ക് എത്തുകയായിരുന്നു. കയ്യാങ്കളിൽ എത്തുന്ന സമയത്ത് പുറത്തുനിന്ന് കുറച്ചുപേരൂടെ എത്തിയതോടെ അക്രമം പിന്നെ അത് പുറത്തേക്ക് വ്യാപിക്കുകയായിരുന്നു. ഈ സമയത്ത് അക്രമിയുടെ കയ്യിലുണ്ടായിരുന്ന ബിയർ കുപ്പിയായിരുന്നു വലിച്ചെറിഞ്ഞത്. അച്ഛനൊപ്പം എത്തിയതായിരുന്നു ആദം. ഇവർ കാട്ടാക്കടയിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി മടങ്ങുന്നതിനിടയിലായിരുന്നു കുട്ടിയുടെ ദേഹത്തേക്ക് ഈ ബിയർ കുപ്പി പതിച്ചത്. ഗുരുതരമായ പരിക്ക് തന്നെയാണ് കുട്ടിക്ക് കാലിൽ പറ്റിയത്. തുടർന്ന് കുട്ടിയെ കാട്ടാക്കടയിലെ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ ആദ്യം എത്തിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി നെയ്യാറ്റിൻകരയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്.
കുട്ടിയുടെ നില ഇപ്പോൾ ഗുരുതരമല്ല. കുട്ടി ആരോഗ്യം വീണ്ടെടുത്തിട്ടുണ്ട്. ഈ പറയുന്ന കുട്ടിയുടെ അച്ഛനും രാകേഷിനും ഈ പറയുന്ന ബീർക്കുപ്പിയുടെ ചില്ലുകൾ ദേഹത്ത് പതിച്ചിരുന്നു. എന്തായാലും കാട്ടാക്കട പോലീസ് സ്ഥലത്തെത്തി ഈ പറയുന്ന പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ രക്ഷിതാക്കളുടെ പരാതിക്ക് മേലും അന്വേഷണം ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ശ്രീജ. ശരി, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകരയിൽ നിന്ന് മദ്യപസംഘം എറിഞ്ഞ് ബിയർ കുപ്പി ദേഹത്ത് വീണാണ് കുട്ടിക്കും അച്ഛനും പരിക്കേറ്റത്. ഇതോടെ രാവിലെയുടെ ഇന്നത്തെ സമയം ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി വാർത്തകളുടെ വളരെ വിശദമായ പരിശോധനയ്ക്കും വിശകലനത്തിനും ഒക്കെയുള്ള സമയമാണ്. ന്യൂസ് ട്രെൻഡ്സിൽ KP അഭിലാഷ് ചേരും. ഇടവേളയ്ക്ക് ശേഷം രാവിലെയുമായി വീണ്ടും നാളെ കാണാം.